നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ വായിക്കാൻ പോകുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഗ്രേഡ് തസ്തികയിൽ 2024 ജനുവരി 18 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം: താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. പ്രസ്താവന 3: 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 3 പ്രസ്താവനകളും ശരിയാണ്, അതായത് ഓപ്ഷൻ ബി 1, 2, 3 ശരി. അടുത്ത ചോദ്യം: ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം 1928, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. ഇതിൽ ശരിയായത് ഓപ്ഷൻ സി, ബി, സി, ഡി എന്നീ പ്രസ്താവനകളാണ്. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. അടുത്ത ചോദ്യം: ശരിയായ ജോഡി കണ്ടെത്തുക. ജോഡികളായി തന്നിരിക്കുന്നത് ആര്യ സമാജം രാജാറാം മോഹൻ റായ്, സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ഓപ്ഷൻ ബി 2, 3, 4 എന്നിവയാണ് ശരിയായത്. അതായത് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. അടുത്ത ചോദ്യം: അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, 1780 ഫിലാഡൽഫിയ ഉടമ്പടി, 1783 പാരീസ് ഉടമ്പടി, ഓപ്ഷൻ ഡി വേഴ്സായ് സന്ധി. ഇതിൽ ശരിയായത് ഓപ്ഷൻ സി 1783 പാരീസ് ഉടമ്പടിയാണ്. അടുത്ത ചോദ്യം: G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്ത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിൽ ഉള്ള രാജ്യത്തു നിന്നാണ്? ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, തെക്കേ അമേരിക്ക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഏഷ്യ. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏഷ്യ വൻകരയിൽ ഉള്ള രാജ്യത്തു നിന്നാണ്. അടുത്ത ചോദ്യം: 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 8. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 10. അടുത്ത ചോദ്യം: ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. ഓപ്ഷൻ എ എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹോക്കി. അടുത്ത ചോദ്യം: 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഉദ്യോഗ സംവരണം. അടുത്ത ചോദ്യം: ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. പ്രസ്താവന 1: വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. പ്രസ്താവന 2: കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. പ്രസ്താവന 3: ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. പ്രസ്താവന 4: മൂല്യം രേഖപ്പെടുത്താറില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 3 എന്നീ പ്രസ്താവനകൾ ശരി. അതായത് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. രണ്ടാമത്തേതായത് ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു.
അടുത്ത ചോദ്യം, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി, ചിനൂക്ക് ആണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം. അടുത്ത ചോദ്യം, ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഓപ്ഷൻ ബി, 6:30 AM. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ആണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഓപ്ഷൻ സി, മാൻഡമസ്. മാൻഡമസിൻ്റെ അർത്ഥമാണ് കൽപ്പന. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. 2, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പ്രസ്താവന 3, ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. പ്രസ്താവന 4, ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അതായത് എല്ലാം ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത്? ഓപ്ഷൻ സി, ചോളം. ചോളം നാണ്യവിള അല്ല. അടുത്ത ചോദ്യം, ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി, എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം. അടുത്ത ചോദ്യം 18, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, കൂട്ട്. അടുത്ത ചോദ്യം, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ ഭക്ഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ശരിയായ ഉത്തരം 2100 കലോറി. 2100 കലോറി. ചോദ്യം നമ്പർ 20, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. സൗജന്യ നിയമ സഹായവും ഉപദേശവും നൽകുക. പ്രസ്താവന 2, നിയമബോധം പ്രചരിപ്പിക്കുക. പ്രസ്താവന 3, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. 1, 2, 3 എന്നീ പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യം. പ്രസ്താവന 2, ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക്. 3, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി, ഓൺലി 3 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് 3ാമത്തെ മാത്രമാണ് ശരിയായത്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. 1, 2, 3 എന്നീ 3 പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം,
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. 3, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ സി, ഓൺലി 1 and 2. ശരിയായ പ്രസ്താവന ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു എന്നീ 2 പ്രസ്താവനകളാണ് ശരിയായത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 2, അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 3, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയായത് ഏത്? അർദ്ധ ഫെഡറൽ സംവിധാനം, അതായത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം, നിർദ്ദേശക തത്വങ്ങൾ. അങ്ങനെ 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഓപ്ഷൻ ഡി, ഓൺലി 1 and 2. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. ഈ 2 ആശയങ്ങളാണ് കാനഡയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആദ്യത്തെ പ്രസ്താവന, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. രണ്ടാമത്തെ പ്രസ്താവന, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 3, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓൺലി 1 and 2. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായത്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. അടുത്ത ചോദ്യം, കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് സംഘടിപ്പിച്ചത്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ഉത്തരം ഓപ്ഷൻ എ, ഓൺലി 1 and 3. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം, സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓൾ ഓഫ് ദ എബവ്. 1, 2, 3 എന്നീ 3 പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം നമ്പർ 30, 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓൺലി 1 and 2. അതായത് G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. അടുത്തത്, ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് എന്നീ 2 പ്രസ്താവനകളാണ് ശരിയായത്. അടുത്ത ചോദ്യം, കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? ഓപ്ഷൻ ഡി, വിറ്റമിൻ എ. അടുത്ത ചോദ്യം, പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമേത്? ഓപ്ഷൻ ബി, മലമ്പനി. ചോദ്യം നമ്പർ 33,
ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻ സി പാൻക്രിയാസ്. ചോദ്യം നമ്പർ 34. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. ചോദ്യം നമ്പർ 35. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഓപ്ഷൻ ബി ഋതു കരിദാൽ. ചോദ്യം നമ്പർ 36. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാലാണ് പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരുന്നത്. അടുത്ത ചോദ്യം. അതിശ അളവുകളുടെ ഉദാഹരണം താഴെ ചേർത്തവയിൽ നിന്നും കണ്ടെത്തുക. ഈ ചോദ്യം ക്യാൻസൽഡ് ആണ്. അടുത്തത് 38ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ക്ലോറോഫോം. ചോദ്യം നമ്പർ 39ഉം 40ഉം ക്യാൻസൽഡ് ആണ്. നമുക്ക് 41ാമത്തെ ചോദ്യം വായിക്കാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇത് ചെയ്ത് കാണിക്കുന്നില്ല, ഉത്തരം മാത്രം വായിക്കുകയാണ്. 41 ഓപ്ഷൻ സി 32. മാത്സ് ഉത്തരങ്ങളെല്ലാം ഓപ്ഷൻ വായിച്ച് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ആൻസർ 10 മീറ്റർ ആണ്. ചോദ്യം നമ്പർ 43. ശരിയായ 43ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 44 ശരിയായ ഉത്തരം നിങ്ങൾ ചെയ്ത് നോക്കണം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, വ്യാഴം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 45 അതും മാത്സ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 130 എന്നാണ്. 46ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി 5:40 ആണ് ശരിയായ സമയം. 47 ഓപ്ഷൻ ബി 111 ആണ് ശരിയായ ഉത്തരം. 48 ഓപ്ഷൻ സി 51 വയസ്സാണ് പറയുന്നത്. 49 ചോദ്യം ക്യാൻസൽഡ് ആണ്. 50ാമത്തെ ചോദ്യവും ക്യാൻസൽഡ് ആണ്. ചോദ്യം നമ്പർ 51 ഓപ്ഷൻ സി ക്ലാസ് സി ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ശരിയായ ഉത്തരം ക്ലാസ് സി. അടുത്ത ചോദ്യം നമ്പർ 52. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസമാണ് ഓപ്ഷൻ എ ഉത്പതനം. ചോദ്യം നമ്പർ 53. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ ഡി ഓക്സിജൻ. ചോദ്യം നമ്പർ 54. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ഡി ഈഥെയ്ൽ മെർക്യാപ്റ്റൻ. 55ാമത്തെ ചോദ്യം. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ചോദ്യം നമ്പർ 56. ബ്യൂട്ടേൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ബ്യൂട്ടേൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ചോദ്യം നമ്പർ 56 ശരിയായ ഉത്തരം ഓപ്ഷൻ സി 9. ചോദ്യം നമ്പർ 57.
MSDSൻ്റെ പൂർണ്ണരൂപം എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡിക്ലറേഷൻ ഷീറ്റ്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, മെത്തേഡ്സ് ഓഫ് സേഫ് ഡാറ്റ സ്റ്റോറേജ്, നൺ ഓഫ് ദ എബവ്. ഓപ്ഷൻ ബി മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് MSDSൻ്റെ പൂർണ്ണരൂപം. ചോദ്യം നമ്പർ 58. കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിനു വേണ്ട കുറഞ്ഞ ഊഷ്മാവ് ആണ്. ഓപ്ഷൻ സി ഫ്ലാഷ് പോയിന്റ്. ചോദ്യം നമ്പർ 59. TEC ടെർണറി യൂട്ടറ്റിക് ക്ലോറൈഡ് ഇതിലെ ഘടകങ്ങൾ ഏവ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. TECയിലെ ഘടകങ്ങളാണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ചോദ്യം നമ്പർ 60. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2260. ചോദ്യം നമ്പർ 61. പ്രഥമ ശുശ്രൂഷയിൽ DRAB എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ എ ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. ചോദ്യം നമ്പർ 62. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്? താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം, അതായത് ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകൾ ഇല്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്നും മുക്തി നേടുന്നതിന് സഹായിക്കുക. ചോദ്യം നമ്പർ 63. ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ഓപ്ഷൻ സി പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. ചോദ്യം നമ്പർ 64. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഏതു കാരണം കൊണ്ടാണ്? ശക്തമായ തണുപ്പ് മൂലം. ഓപ്ഷൻ ഡി ശക്തമായ തണുപ്പ് മൂലം. ചോദ്യം നമ്പർ 65. സ്കാൽഡ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ നീരാവി കൊണ്ടോ തിളച്ച ദ്രാവങ്ങൾ മൂലമോ തൊലിക്ക് ഉണ്ടാകുന്ന മുറിവാണ് സ്കാൽഡ് എന്ന് അറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 66. മാക്സിമം ഇൻഹലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി വിറ്റൽ കപ്പാസിറ്റി. അടുത്ത ചോദ്യം 67ാമത്തെ ചോദ്യം ക്യാൻസൽഡ് ആണ്. 68. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? ഓപ്ഷൻ ബി സ്റ്റേപ്പിസ് ബോൺ. ചോദ്യം നമ്പർ 69ഉം 70ഉം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 71ാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? പ്രൈവറ്റ് സർവീസ് വാഹനം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രൈവറ്റ് സർവീസ് വാഹനമാണ് ട്രാൻസ്പോർട്ട് വാഹനം. ചോദ്യം നമ്പർ 72. ഡ്രൈവർ ഉൾപ്പെടെ 9ൽ അധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങൾ നിന്ന് നിർവചിച്ചിരിക്കുന്നു. ഏതാണത്? ഓപ്ഷൻ എ M3. അടുത്ത ചോദ്യം ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുൻപ് സമർപ്പിക്കാം? ഓപ്ഷൻ സി 365 ദിവസം മുൻപ്. ചോദ്യം നമ്പർ 74. ലേണേഴ്സ് ലൈസൻസിനുള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും എന്ത് ചെയ്യണം? ഓപ്ഷൻ ഡി വെള്ള പ്രതലത്തിൽ ചുവപ്പ് നിറത്തിൽ L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. വെള്ള പ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ചോദ്യം നമ്പർ 75. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം? ഓപ്ഷൻ ബി പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. ചോദ്യം നമ്പർ 76 ക്യാൻസൽഡ് ആണ്. ചോദ്യം നമ്പർ 77. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുൻപ് ഡാഷ് ദിവസം മുൻപ് അപേക്ഷിക്കാവുന്നതാണ്? ഉത്തരം ഓപ്ഷൻ ബി 60. ചോദ്യം നമ്പർ 78.
വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിൽ അധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി 3 മിനിറ്റിൽ അധികം നിർത്തുന്നത്. ചോദ്യം നമ്പർ 79. ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും ഡാഷ് മീറ്റർ മുമ്പിലും പിറകിലും വെക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 20 മീറ്റർ മുമ്പിലും പിറകിലുമായിട്ടാണ് വെക്കേണ്ടത്. അടുത്ത ചോദ്യം, മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം. ഓപ്ഷൻ എ 50 മീറ്റർ. പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? ഓപ്ഷൻ സി 5 മീറ്റർ. ചോദ്യം നമ്പർ 82. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം. ഓപ്ഷൻ എ 5 മീറ്റർ. ചോദ്യം നമ്പർ 83. എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം. ഓപ്ഷൻ ഡി ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. ചോദ്യം നമ്പർ 84. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. ഓപ്ഷൻ ബി 80 km/h. 85. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം. അതായത് ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക, യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോകുക, ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക. ചോദ്യം നമ്പർ 86. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഉള്ള പ്രസ്താവനകൾ. 1. സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത പരിധി 50 km/h ആണ്. 2. സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി 50 km/h ആണ്. ഇതിൽ ശരിയായ നിരത്തിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവന ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് 6 ലെയിൻ റോഡിലെ പരമാവധി വേഗത 110 km/h ആണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി വേഗത പരിധി 80 km/h ആണ്. ശരിയായ ഉത്തരം ബി ഓപ്ഷൻ ബി 1 ശരി 2 തെറ്റ്. ചോദ്യം നമ്പർ 88. ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ഓപ്ഷൻ സി അൺലാഡൻ വെയ്റ്റ് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ULW. ചോദ്യം നമ്പർ 89. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശ്യം സംബന്ധിച്ച ആധികാരിക രേഖ. ഓപ്ഷൻ എ പെർമിറ്റ്. അടുത്ത ചോദ്യം, ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ. ഓപ്ഷൻ ഡി എല്ലാം ശരിയെന്നാണ് ഇതിൻ്റെ ഉത്തരം. അതായത് വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും. രണ്ടാമത്തത്, വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. 3. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത. 4. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടി എടുക്കുന്നതുമായിരിക്കും. അങ്ങനെ ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണുകിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ചു അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു.
ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാലു തൻ്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണം. 2. പരിക്കുപറ്റിയ ആളുടെ ആദ്യ ചികിത്സാ ചെലവുകൾ വഹിക്കണം. 3. കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണം. 4. ഗുഡ്സ് സമരിറ്റൻ ആയ ഒരാളുടെ അവകാശപ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങളും ഒഴിവാക്കി അവിടെ നിന്നും പോകാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 4 മാത്രം ശരി. അടുത്ത ചോദ്യം. 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്കുപറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിനു സാക്ഷിയാകാൻ സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിൽ ആയിരിക്കണം. ഗ്രാമീണരെ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമായും വിളിപ്പിക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 1, 2, 3 ശരി. അതായത് പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. 2. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. 3. അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിലായിരിക്കണം. അടുത്ത ചോദ്യം. NHAI ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം. ഓപ്ഷൻ ബി, ഫാസ്ടാഗ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനമാണ് ഫാസ്ടാഗ്. 94. ഡ്രൈവറെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റം എന്നത്: നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്നത്, അപകടകരമായി വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്രവാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അതായത് 1, 2, 3, 4 ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്ന കുറ്റമാണ്. അടുത്ത ചോദ്യം. ചോദ്യം നമ്പർ 95. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം. ഒന്നാമത്തേത് M-പരിവഹൻ, 2 ഡിജി ലോക്കർ, 3 SMS, 4 വാട്സാപ്പ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 1, 2 ശരി. M-പരിവഹൻ വഴിയും ഡിജി ലോക്കർ വഴിയും സമർപ്പിക്കാം. 96. വൈറ്റഡ് ഡെസിബൽ, dBA എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ഓപ്ഷൻ എ, ശബ്ദത്തിൻ്റെ യൂണിറ്റാണ്. അടുത്ത ചോദ്യം. 97. VLTD എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ഓപ്ഷൻ ബി, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് എന്നതാണ് VLTDയുടെ പൂർണ്ണരൂപം. 98. സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ. ഓപ്ഷൻ സി, അപായകരമായ വസ്തുതകൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതാണ്. അതായത് സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതാണ്. ചോദ്യം നമ്പർ 99. സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു. ചോദ്യം നമ്പർ 100. കേരളത്തിലെ സ്വകാര്യ സ്റ്റേറ്റ് കാരിയേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം. ഓപ്ഷൻ ബി, സിറ്റിയിലെ ലൈം ഗ്രീനും മൊഫ്യൂസിൽ എന്ന കളറുമാണ് വേണ്ടത്. ഡീപ്പ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക്. സിറ്റി, ലൈം ഗ്രീൻ, മൊഫ്യൂസിൽ, ഡീപ്പ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അങ്ങനെ 100 ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.